ഇപ്പോൾ ഇന്ന് മലേറിയയാണ്. നമ്മൾ ഇന്നലെ പാരസൈറ്റോളജി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് മലേറിയയാണ്. അപ്പോൾ നമുക്കറിയാം മലേറിയൻ്റെ ഗോസെറ്റി ഓർഗാനിസം പ്രോട്ടോസോവ ഓഫ് ദ പ്ലാസ്മോഡിയം സ്പീഷീസ് ആണ്. അപ്പോൾ അത് 4 ടൈപ്പിലാണ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം മലേറിയ, അതൊരു കോർഷ്യൻ മലേറിയ ആണ്. പിന്നെ പ്ലാസ്മോഡിയം വൈവാക്സ്, അത് ബെനൈൻ ടെറിഷ്യൻ മലേറിയ ആണ്. പിന്നെ പ്ലാസ്മോഡിയം ഫാൽസിപാരം മാലിഗ്നന്റ് ടെറിഷ്യൻ മലേറിയ ആണ്. പിന്നെ പ്ലാസ്മോഡിയം ഒവാലെ ടെറിഷ്യൻ മലേറിയ ആണ്. അപ്പോൾ 4 ടൈപ്പ്: പ്ലാസ്മോഡിയം മലേറിയ കോർഷ്യൻ മലേറിയ, പ്ലാസ്മോഡിയം വൈവാക്സ് ബെനൈൻ ടെറിഷ്യൻ മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപാരം മാലിഗ്നന്റ് ടെറിഷ്യൻ മലേറിയ, പ്ലാസ്മോഡിയം ഒവാലെ ടെറിഷ്യൻ മലേറിയ. മലേറിയ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ്. അപ്പോൾ നമുക്കതിൻ്റെ ലൈഫ് സൈക്കിൾ നോക്കണം. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് എക്സോജീനസ് സെക്ഷൽ ഫേസ് ആണ്. അതായത് നമ്മുടെ ഹോസ്റ്റ് സർഫസിൻ്റെ പുറത്ത് നടക്കുന്ന പ്രോസസ്സാണ്. അതായത് അനോഫിലസ് മൊസ്കിറ്റോയിലാണ് ഈ എക്സോജീനസ് സെക്ഷൽ ഫേസ് നടക്കുന്നത്. ഇതിനെ സ്പോറോഗോണി എന്നാണ് പറയുന്നത്. പിന്നെ എൻഡോജീനസ് അസെക്ഷൽ ഫേസ്, അസെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത് ഹോസ്റ്റിലാണ്, ഷീസോഗോണി. അപ്പോൾ സ്പോറോഗോണി സെക്ഷൽ ഫേസും ഷീസോഗോണി അസെക്ഷൽ ഫേസും, സ്പോറോഗോണി വെക്ടറിലും ഷീസോഗോണി ഹോസ്റ്റിലാണ് നടക്കുന്നത്. അപ്പം നമുക്ക് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് നടക്കുന്നത് അതായത് ഷീസോഗോണിയാണ് പറയുന്നത്, അസെക്ഷൽ റിപ്രൊഡക്ഷൻ ആണ് പറയുന്നത്. അപ്പം ഇതിൽ ഫസ്റ്റ് നടക്കുന്നത് പ്രീ എറിത്രോസൈറ്റിക് ഷീസോഗോണിയാണ്. അതായത് ലിവറിൽ നടക്കുകയാണ്. ആദ്യം ലിവറിനെ അറ്റാക്ക് ചെയ്യുന്നു, പിന്നെ RBCനെ അറ്റാക്ക് ചെയ്യുന്നു. ലിവറിനെ അറ്റാക്ക് ചെയ്യുന്നതിന് പ്രീ എറിത്രോസൈറ്റിക് ഷീസോഗോണിയും RBCനെ അറ്റാക്ക് ചെയ്യുന്നതിന് എറിത്രോസൈറ്റിക് ഷീസോഗോണി എന്നാണ് പറയുന്നത്. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ഒരു ഇൻഫെക്റ്റഡ് പേഴ്സണെ കടിക്കുകയാണ്. അപ്പോൾ കടിക്കുമ്പോൾ ഇവരുടെ ശരീരത്തിലേക്ക് മെച്ചുറായിട്ടുള്ള സെക്ഷൽ സെൽസ് ആണ് വരുന്നത്. അപ്പോൾ അവിടെ സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കും. അപ്പോൾ സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുമ്പോൾ സീരീസ് ഓഫ് ഡെവലപ്മെൻറ്റ് സ്റ്റൊമക്കിലാണ് സീരീസ് ഓഫ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് നടക്കുന്നത്. എക്സ്ഫ്ലജലേഷൻ വഴി മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ് ഉണ്ടായിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് ഊക്കൈനറ്റ് എന്ന് പറഞ്ഞൊരു സൈഗോട്ട് ഊക്കൈനറ്റായിട്ട് മാറും മെച്ചുറായിട്ട്. എന്നിട്ട് സ്റ്റൊമക്കിനെ പെനിട്രേറ്റ് ചെയ്തിട്ട് പിന്നെ സ്പോറോസോയിറ്റ് ആവും. ഒരു മൊട്ടയിലാണ് സ്പോറോസോയിറ്റ്, അതാണ് ഇൻഫെക്റ്റീവ് സ്റ്റേജ് സ്പോറോസോയിറ്റ് ബോഡി ക്യാവിറ്റിയിൽ നിന്ന് സലൈവറി ഗ്ലാൻഡിലേക്ക് എത്തും. സ്പോറോസൈറ്റ്, ഇതാണ് ഇൻഫെക്ഷസ് ഫോം. അപ്പോൾ എന്താണ്, ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളെ കടിക്കുമ്പോൾ അവരുടെ ശരീരത്തിലേക്ക് മെച്ചറായിട്ടുള്ള സെക്ഷൽ സെൽസ് എത്തുന്നു. എക്സ്ഫ്ലജലേഷൻ വഴി മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ് ഉണ്ടായിട്ട് ഫെർട്ടിലൈസേഷൻ നടന്ന് ഊക്കൈനറ്റാവും. ഈ ഊക്കൈനറ്റ് മെച്ചറായിട്ട് സ്പോറോസോയിറ്റ് ആവും. അതങ്ങനെ അവരുടെ സലൈവറി ഗ്ലാൻഡിൽ വന്ന് നിൽക്കും. ഇനി ഈ സ്പോറോസോയിറ്റ് എഗെയിൻ ഈ അനോഫിലസ് മൊസ്കിറ്റോ ഒരാളെ കടിക്കുമ്പോൾ അപ്പോൾ അയാളുടെ ശരീരത്തിലേക്ക് സ്പോറോസോയിറ്റ്, ഇൻഫെക്ഷസ് ഫോം ആയിട്ടുള്ള സ്പോറോസോയിറ്റ് എൻ്റർ ആവും. ഈ സ്പോറോസോയിറ്റ് ആദ്യം പോകുന്നത് ബ്ലഡിലെത്തിയ ശേഷം ആദ്യം പോകുന്നത് ഹെപ്പാറ്റിക് സെൽസിലാണ്, ലിവറിലേക്ക് പോകും. അപ്പോൾ അതിനെന്താ പറയുക, പ്രീ എറിത്രോസൈറ്റിക് ഷീസോഗോണി. അപ്പോൾ അവിടെ നിന്ന് ലിവറിലേക്ക് എത്തിയിട്ട് പ്രൊഡ്യൂസ് തൗസൻഡ്സ് ഓഫ് മീറോസോയിഡ്സ്. അപ്പോൾ സ്പോറോസോയിഡ്സ് ആയിരുന്നു, സ്പോറോസോയിഡ്സ് ലിവറിൽ വന്നിട്ട് അതിന് മീറോസോയിഡ്സ് ആയിട്ട് റിലീസ് ചെയ്യും. ഈ മീറോസൈഡ്സ് പിന്നെ RBCനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ RBCനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അപ്പോൾ എറിത്രോസൈറ്റിക് ഷീസോഗോണിയാണ് നടക്കുക. RBCനെ അറ്റാക്ക് ചെയ്തിട്ട് അവർ ഈ മീറോസോയിഡ്സ് ട്രോഫോസോയിഡ്സ് ആയിട്ട് മാറും. ഈ ട്രോഫോസോയിഡ്സ് start to divide in RBC, again produce meirozoids, again കുറേ മീറോസോയിഡ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഒരു വലിയൊരു കണ്ടീഷൻ ഷീസോണ്ട് എന്ന് പറഞ്ഞൊരു ക്ലിനിക്കൽ ഫീച്ചേഴ്സ്: ഫീവർ ഓഫ് റെഗുലർ പാറ്റേൺ, ഹീമോലിറ്റിക് അനീമിയ, സ്പ്ലീനോമെഗാലി, ജോണ്ടിസ് ആണ്. ജോണ്ടിസ് ഏറ്റവും കൂടുതൽ സിവിയർ ആയിരിക്കുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപാരം. ലാബ് ഡയഗ്നോസിസ് പറയുമ്പോൾ ഏത് സ്റ്റേജിലാണ് പ്ലാസ്മോഡിയം ഉള്ളത് ഇതിനനുസരിച്ചിട്ടാണ് തിക്ക് ഫിലിമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു മെത്തേഡാണ് QBC ടെക്നിക്ക്, റാപ്പിഡ് ആൻഡ് സെൻസിറ്റീവ് ടെസ്റ്റാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ സ്റ്റെയിനിങ് ഓഫ് DNA ആണ് വിത്ത് മൈക്രോ ഹെമാറ്റോക്രിക് ട്യൂബ് ആൻഡ് ഓൾസോ ഫ്ലൂറസെൻ്റ് ഡൈസ്. അക്രിഡിൻ ഓറഞ്ച് ആണ് യൂസ് ചെയ്യുന്നത്. ഫിംഗർ പ്രിക്ക് ബ്ലഡ് കളക്ട് ചെയ്തിട്ട് ഹെമാറ്റോക്രിറ്റിൽ കളക്ട് ചെയ്തിട്ട് അക്രിഡിൻ ഓറഞ്ചും ആൻറ്റിക്കോയലൻ്റ് യൂസ് ചെയ്യും. ട്യൂബ് സെൻട്രിഫ്യൂജ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പാരസൈറ്റ് ന്യൂക്ലിയർ
ഫ്ലൂറസെൻസ് ബ്രൈറ്റ് ഗ്രീനും പാരസൈറ്റ് ന്യൂക്ലിയർ ബ്രൈറ്റ് ഗ്രീൻ ആയിട്ടും സൈറ്റോപ്ലാസം യെല്ലോ ഓറഞ്ച് ആയിട്ടാണ് ഉള്ളത്. പിന്നെ ഇപ്പോൾ ഉള്ള ടെസ്റ്റ് റാപ്പിഡ് മലേറിയ ടെസ്റ്റ് ഉണ്ട്, ഇമ്മ്യൂണോ ഫ്ലോറസൻ ആൻറ്റിബോഡി അസീസ് ഉണ്ട്, മോളിക്കുലാർ ടെക്നിക്സ് ലൈക്ക് PCR, ഫ്ലോ സൈറ്റോമെട്രി ഒക്കെ അവൈലബിൾ ആണ്. താങ്ക് യു.